പറഞ്ഞപ്പോഴാ ഒരു സംഭവം ഉണ്ടായി. അതാണ് പ്രധാനമായിട്ടും പറയണമെന്ന് വിചാരിച്ച വിശേഷം. എന്താണോ പ്രധാന വിശേഷം? ഞങ്ങൾ ലാൽബാഗ് പോയിരുന്നു. ഇങ്ങോട്ട് വരുന്നതിന്റെ തലേ ദിവസം ഞാൻ എന്തോ ആലോചിച്ചോണ്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോണ്ട് ഇതേ പ്രകാശ് ഒലിപ്പീരുമായി വരുന്നു. എന്നിട്ട് ബാക്കി ഞാൻ കാണിച്ചു തരാം. നീ ഞാൻ പ്രകാശ്. ഓക്കെ, എന്താ ഇങ്ങനെ നിൽക്കുന്നത്? അവിടെ നോക്കുന്നെന്തിനാ? ശരി. ഹലോ, എന്താ ഇവിടെ തനിച്ച്? എനിക്ക് കുട്ടിയോട് സീരിയസ് ആയിട്ടൊരു കാര്യം പറയണ്ടായിരുന്നു. As everybody under these circumstances, well, I'm a bit nervous. English, you see, you know well. എനിക്ക് അപ്പോഴേ കാര്യം മനസ്സിലായി. ഞാൻ പറഞ്ഞു പറയാനുള്ളത് എന്താന്ന് വെച്ചാ മടിയില്ലാതെ പറയാം. പിന്നെ പുള്ളി സോന, പ്ലീസ് don't misunderstand me. പറയാൻ പലതവണ വിചാരിക്കുന്നു. വെൽ, എനിക്ക് കുട്ടി ഇഷ്ടമാണ്. I mean, I truly love you. കുട്ടിയുടെ റെസ്പോൺസ് എന്താണെന്ന് എനിക്കറിയില്ല. വെൽ, എന്തായാലും തുറന്നു പറയണം. അപ്പൊ നീ എന്ത് പറഞ്ഞു? ഞാൻ എന്ത് പറഞ്ഞിട്ടുണ്ടാവും? ഞാൻ പറയാം. നീ പ്രകാശ്, ഓക്കെ? ഞാൻ പതുക്കെ പതുക്കെ നടന്ന് പ്രകാശിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. എന്നിട്ട് നീ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വായിച്ചേ. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോ? ആ, ഇതുപോലത്തെ സമയങ്ങളിൽ സിനിമയിലൊക്കെ കാണുന്ന പോലെ. ഓ, അത് ക്ലാങ് ക്ലാങ് ക്ലാങ്. ഇനി സൈലൻസ്. ഞാൻ പ്രകാശിനെ ഒരു നിമിഷം ഇങ്ങനെ കണ്ണിലേക്ക് തന്നെ നോക്കി. എന്നിട്ടത് ഇങ്ങനെ എന്ന് പറഞ്ഞൊന്നും നീ വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ ഞാൻ പറഞ്ഞില്ല. എന്താ പറയാഞ്ഞേ? അങ്ങനെ പെട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ വെയിറ്റ് പോവില്ലടാ. ഞാൻ പറഞ്ഞു ആലോചിച്ച് പതുക്കെ ഒരു മറുപടി തരാമെന്ന്. നിനക്കെന്ത് തോന്നുന്നു? എനിക്കെന്ത് തോന്നാൻ? നിനക്കല്ലേ തോന്നേണ്ടത്. അല്ല, ഞാനെന്ത് പറയണം? സത്യം അങ്ങ് പറയണം. ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമെന്ന് പറയണം, അല്ലെങ്കിൽ അല്ലെന്ന്. അതിപ്പോ എനിക്ക് അറിയുന്നില്ലല്ലോടാ. അപ്പൊ സിമ്പിൾ, അങ്ങനെ പറ. പെട്ടെന്ന് ഏതായാലും അങ്ങനെ പറയണ്ട, അല്ലടാ. ഞാൻ എന്റെ മനസ്സിലിട്ട് ശരിക്കും ഒന്ന് കുലുക്കി നോക്കട്ടെ.